ഫസ്റ്റ് ഇതൊന്ന് നമുക്ക് ലൈറ്റായിട്ട് അടിക്കാം, കാരണം ഇത് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതൊന്ന് ലൈറ്റായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പൊ മല്ലിയിലയും പുതിനയിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ എരിവിനായിട്ട് 2 കിലോ ബിരിയാണി ആയതുകൊണ്ട് ഞാനൊരു 20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ പച്ചമുളക് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇഞ്ചി ഇട്ട് കൊടുക്കുക, അതേപോലെ വെളുത്തുള്ളിയും കുറച്ച്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ മസാലയ്ക്കുള്ള അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക്, നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് ഒരു 2 കിലോ ചിക്കനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു ചെറുനാരങ്ങയുടെ നീര് മതി. പിന്നെ വേണ്ടത് തൈരാണ്. തൈരെല്ലാം നമ്മൾ എടുക്കുന്ന തൈരിന്റെ പുളി അനുസരിച്ചിട്ട് വേണം കേട്ടോ. ഒരു 1.5 കപ്പ് വീതം നമുക്കിതിൽ ഒഴിക്കാം. പിന്നെ ഉപ്പ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയില്ലേ, സവാള, അത് നമുക്ക് കുറച്ചിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പൊ മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞ ശേഷം നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പൊ അരി വേവിക്കാനുള്ള കുറച്ച് വെള്ളം ഞാൻ ആദ്യം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി, അതായത് 2 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് അരിക്ക് വേണ്ട ആവശ്യമുള്ള ഉപ്പാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഒരു 2 പട്ടയുടെ പീസും ഒരു തക്കോലും, ഇത്ര ഇട്ടാൽ മതി. ഇത്ര ഇട്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അരി വേവിക്കുമ്പോൾ നമ്മൾ ഇത് മുക്കാലൊന്നും വേവിക്കില്ല, ഒരു 50%, 50% മാത്രം നമുക്ക് അരി വേവിച്ചാൽ മതി. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളക്കണ വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം മൂടി മാറ്റി ഓപ്പൺ ചെയ്ത് വേവിക്കാം. ഫ്രണ്ട്സ്, ഇപ്പൊ അരി വെന്തിട്ടുണ്ട് കേട്ടോ, ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് ഇതെല്ലാം വെള്ളം കളഞ്ഞെടുക്കണം. അരി വേവിക്കുമ്പോൾ ഈ ഒട്ടുന്ന അരിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ച് എണ്ണ, ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ വിട്ട് വിട്ട് നിന്നോളൂ കേട്ടോ, അരി ഒട്ടുമില്ല. ഞാൻ ഇതെല്ലാം ഒന്ന് കോരിയെടുക്കട്ടെ. ഓക്കെ, ഞാനൊരു എളുപ്പത്തിന് നമ്മളൊരു ബിരിയാണി റെഡിയാക്കുന്ന ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തില്ലേ, സവാള ഫ്രൈ ചെയ്ത് ആ സെയിം ഓയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പൊ ഓയിൽ വേസ്റ്റ് ആവുകയില്ല. ഓയിൽ ഒഴിച്ച ശേഷം നമുക്കതിലേക്ക് ചെറുജീരകം, ഏലക്ക, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, തക്കോല, ഇത്രയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ മസാല എല്ലാം പുരട്ടി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഇട്ടിലോട്ട് വെക്കാം. നമ്മളൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ ഉപ്പെല്ലാം കുറച്ച് ഇട്ടുള്ളൂ. അപ്പൊ ഇതിൽ ഉപ്പ് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്,
പുളിയൊക്കെ കറക്റ്റ് ഉണ്ടോ, എരിവൊക്കെ ഉണ്ട്. ഉപ്പ് കുറച്ചും കൂടെ നമുക്ക് ചിക്കൻ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അതായത് നമുക്കൊരു പകുതി വേവായാൽ മതി ചിക്കൻ. നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ മൂടി ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ അടച്ചു വെക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഒരു 2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് ചതച്ചതുണ്ടെങ്കിൽ അത് ഒരു 1.5 ടീസ്പൂൺ. ഇതിലിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ചെന്ന് നമുക്ക് ഒന്നും കൂടെ ചിക്കൻ ഒരു പകുതിയെങ്കിലും വേവണ വരെ രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ചിക്കൻ ഒരു പകുതിക്ക് മേലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗ്രേവിയൊക്കെ അത്യാവശ്യം വറ്റി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയുടെ ഒരു പകുതി എടുത്ത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് നമ്മുടെ റൈസ്, വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണേ. ഇനി റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ടുള്ള റൈസ്. ഫ്രണ്ട്സ്, ഇപ്പൊ ചോറെല്ലാം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബാക്കി സവാളയും കൂടി ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ സവാള എല്ലാം ഇട്ടു. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, അധികം വേണ്ട, സ്വല്പം മതി, സ്വല്പം മല്ലിയിലയും കൂടെ നമുക്ക് ഇതിന്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പാലാണ്. പാലിൽ ഞാൻ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി വേണ്ട, പാല് മാത്രം. ഇതുപോലെ ഒരു 1/2 കപ്പ് പാല് നമുക്ക് ഇതിന്റെ മേലെ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മ എല്ലാം ഒഴിച്ചെല്ലാം കൊടുത്തു, സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് തീരെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഓപ്പൺ ചെയ്താൽ മതി. നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷമാണ് 1/2 മണിക്കൂർ അടച്ച് ഓപ്പൺ ചെയ്യാതെ വെച്ചിരുന്നു. അപ്പൊ ബിരിയാണി നമ്മുടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് എടുക്കാം. നമുക്ക് റൈസ് ഒക്കെ എടുക്കാം ഒരു സൈഡിൽ നിന്ന്. ഇപ്പൊ റൈസൊക്കെ കറക്റ്റ് ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും കണ്ടോ. ഇതാണ് കറക്റ്റ് പരിവം. അപ്പൊ വെന്തും പോയിട്ടില്ല, കറക്റ്റ് രീതിയിൽ നമ്മുടെ റൈസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് എടുക്കാം. അടിയത് നല്ല ഗ്രീനിഷ് കളറിലാണ് വരുന്നത് കണ്ടോ. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് എടുക്കട്ടെ കേട്ടോ. റൈസ് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ ഹരിയാലി ചിക്കൻ ബിരിയാണി അഥവാ
ഗ്രീൻ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ട്. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ നല്ലൊരു രുചിക്കൂട്ട് അല്ലെങ്കിൽ ഒരു വ്ളോഗായിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.